ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നും നാളെയായിട്ട് നടക്കാൻ പോകുന്ന ഇംഗ്ലീഷ് പ്രീമിയറിലെ റൗണ്ട് 16 മത്സരങ്ങളെ കുറിച്ചാണ്. 15 റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ആഴ്സണലാണ് തലപ്പത്തുള്ളത്. ശരിയാണ്, പക്ഷേ തൊട്ട് പുറകിൽ മാഞ്ചസ്റ്റർ സിറ്റി ഉണ്ട് 31 പോയിന്റുമായിട്ട്. 33 പോയിന്റാണ് തലപ്പത്തുള്ള ആഴ്സണലുള്ളത്. അവസാന മത്സരത്തിൽ ആഴ്സണൽ അസ്റ്റൺ വില്ലയ്ക്കെതിരെ നെട്ടുന്ന തോൽവി വഴങ്ങിയതോടുകൂടി ആ ഒരു 3 പോയിന്റും 5 പോയിന്റ് ലീഡാവേണ്ട അവസരമായിരുന്നു അവർ കളഞ്ഞു കുടിച്ചത്. ആസ്റ്റൺ വില്ലയോട് 1-1 സമനിലയിൽ പോയിക്കൊണ്ടിരുന്ന മത്സരം 85-ാം ശേഷം ആസ്റ്റൺ വില്ലയുടെ ഒരു ഗോളിൽ, അർജന്റീനക്കാരനായ ചങ്ങായിയുടെ ഗോളിൽ അവർ മുന്നിലെത്തുകയാണ്. അങ്ങനെ ഇത്രയും സീസണിൽ മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന ആഴ്സണലിനെ തറ പറ്റിക്കുകയാണ് ആസ്റ്റൺ വില്ല. ആസ്റ്റൺ വില്ല 3ാം സ്ഥാനത്തുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല, പോയിന്റ് വ്യത്യാസത്തിൽ 30 പോയിന്റ് ആസ്റ്റൺ വില്ല 3ാം സ്ഥാനത്തുണ്ട്. അപ്പോ ആഴ്സണലിൽ പരാജയപ്പെട്ട് സരക്കാരുടെ കൂടെ എല്ലാം ആലോചിക്കണം. അപ്പോൾ ഈ സീസണിലെ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ 15 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 10 വിജയവും 3 സമനിലയും 2 തോൽവി അടക്കം 33 പോയിന്റുമായിട്ട് ആഴ്സണൽ ടോപ്പിലുള്ളത് 1ാം സ്ഥാനത്ത്. 28 ഗോളുകൾ അടിച്ചപ്പോൾ 9 ഗോളുകളെ വഴങ്ങിയിട്ടുള്ളൂ. ഈ ചങ്ങായിമാരുടെ അറ്റാക്കിങ്ങിനേക്കാൾ എനിക്ക് പറയാനുള്ളത് ഇവന്മാരുടെ ഡിഫൻസും അതേപോലെ തന്നെ ഇവരുടെ മിഡ്ഫീൽഡാണ് പറയാനുള്ളത്. ചാമ്പ്യൻസ് ലീഗ് നോക്കുകയാണെങ്കിൽ ഇതുവരെ ഒരു ഗോളെ വഴങ്ങിയിട്ടുള്ളൂ. അതേപോലെ തോൽവി അറിയാത്ത ഒരേ ഒരു ടീം ആഴ്സണൽ മാത്രമേ ഉള്ളൂ അവിടെ. എത്രയും മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ടോപ്പിലാണ് ഇപ്പോഴും നിൽക്കുന്നത് അവിടെയും ഇവിടെയും. അപ്പോ ഇതൊക്കെയാണെങ്കിലും അവസാനമാകുമ്പോൾ ഒരു കലവിട്ടോടയ്ക്കുന്ന സ്ഥിരം ഏർപ്പാടുണ്ട്. അത് ഈ സീസണിൽ ഇല്ലാതിരിക്കണമെന്ന് ആഴ്സണൽ ഫാൻസിനോട് കൂടി ഞാൻ ആഗ്രഹിക്കണം. എന്താ പറയുക, നമ്മൾ ആഴ്സണൽ ഫാൻ ഒന്നല്ല, പക്ഷേ ഇവര് കപ്പടിക്കണം എന്താ പറയുക, അതിനനുസരിച്ച് അവർ പണിയെടുക്കുന്നുണ്ട്. ഭാഗ്യം എന്നൊരു സാധനം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗിലായിക്കോട്ടെ, അവർ അത്രത്തോളം ആർട്ടറ്റയുടെ ആഴ്സണലിലും പിള്ളേരും പണിയെടുക്കുന്നുണ്ട്. അപ്പൊ ഈ സീസണിലെങ്കിലും ഒരു കപ്പ്, ആഴ്സണലിന് കപ്പ് എന്നുള്ള ഇത് നടപ്പിലാവണം എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുകയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു പോരാട്ട വീര്യം തന്നെയാണ്. അപ്പോ സിറ്റി തൊട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ചങ്ങായിമാര് എപ്പോഴും ഇങ്ങനെ നിന്നിട്ട് ആഴ്സണൽ എന്ന് പറയുന്ന ചങ്ങായിമാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് 2ാം സ്ഥാനം മതി, അതിൽ ഹാപ്പിയാണ്. അത് ലിവർപൂൾ കപ്പടിക്കുകയാണെങ്കിലും ആസ്റ്റൺ വില്ല കപ്പടിക്കുകയാണെങ്കിലും അതേപോലെ മാഞ്ചസ്റ്റർ സിറ്റി കപ്പടിക്കുകയാണെങ്കിലും ഇവർക്ക് 2ാം സ്ഥാനം മതി. ഫസ്റ്റൊക്കെ എങ്ങനെ പോകും. അതേപോലെ ഒരു ഫസ്റ്റുള്ള ടീമാണ് മാഞ്ചസ്റ്റർ സിറ്റി. ഇവര് 30 റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞവരെ 2-3 സ്ഥാനങ്ങൾ 4 സ്ഥാനങ്ങൾ ചിലപ്പോൾ 5 സ്ഥാനങ്ങളൊക്കെ പോയിട്ട്, പക്ഷേ 30ാം മത്സരം കഴിഞ്ഞാൽ പിന്നെ ഒരു ഗിയർ ചേഞ്ച് ആണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കാണുന്ന പറഞ്ഞാൽ അഗ്വാറാന്റെ ഒക്കെ ഒരു കളി ഉണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവസാന മത്സരത്തിൽ ജയിക്കുകയാണ്. അവിടെ അവരുടെ കളി കഴിഞ്ഞ് ജയിച്ച് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കാൻ റെഡിയായി നിൽക്കണം. ആ സമയത്ത് തൊട്ട് പുറകിലുള്ള മാഞ്ചസ്റ്റർ സിറ്റി ജയിക്കുകയാണെങ്കിൽ സിറ്റിക്കാണ് കപ്പ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിക്കുകയാണെങ്കിൽ യുണൈറ്റഡ് ആണ് കപ്പ്. പക്ഷേ സിറ്റി 2-1 തോറ്റ് നിൽക്കുകയാണ്. 90 മിനിറ്റിൽ അവർ സിറ്റി സമനില നേടുകയാണ്. അപ്പോഴും ഇവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനാണ് ട്രോഫി, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ട്രോഫി അടിക്കാനുള്ള ചാൻസ്. എന്താ പറഞ്ഞാൽ പോയിന്റ് ഗോൾ ശരാശരിയിലൊക്കെ ഇവരാണ് നിൽക്കുന്നത്, പോയിന്റ് പട്ടിയിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 90+5 മിനിറ്റാണ് ആഡ് ഓൺ ടൈം കൊടുത്തത്. 5ാം മിനിറ്റിൽ 90+ മിനിറ്റുകൾക്ക് ശേഷം അഗ്വാറാന്റെ ഒരു ഗോളുണ്ട്. പൊന്നോ, അത് ശരിക്കും ഒരു സിറ്റി ഫാൻസും ഒരു അർജന്റീന ഫാൻസും മറക്കില്ല. ആ കമന്ററി അഗ്വാറോ എന്ന് പറഞ്ഞിട്ടൊരു കമന്ററി. ഈ ചങ്ങായി ഗോൾ അടിച്ചിട്ട് ആ ഷർട്ട് ഊരിട്ടൊരു സെലിബ്രേഷൻ ഉണ്ട്. ഇപ്പോഴും ആ ഒരു ഹൈലൈറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഓരോ അർജന്റീന ആരാധകരും, ഓരോ അഗ്വാറോയുടെ ആരാധകരും, അതേപോലെ ഓരോ സിറ്റി ആരാധകരും അത് കുളിര് കോരാതെ ആ ഒരു സീൻ, ആ ഒരു റീലാണെങ്കിലും അതൊരു ഹൈലൈറ്റ്സ് ആണെങ്കിലും കാണാതിരിക്കാൻ കഴിയില്ല. എന്താന്ന് പറഞ്ഞാല് മാഞ്ചസ്റ്റർ സിറ്റിക്ക് അത്രമാത്രം അഗ്വാറോ ഒരു ലെജൻഡും അതേപോലെ അത്രമാത്രം പ്രിയപ്പെട്ടവനാവാനുള്ള ഒറ്റ കാരണം ആ ഒറ്റ കളി ജയിച്ചുകൊണ്ട് മാത്രമല്ല, കംബാക്ക് അടിച്ച് ജയിച്ചുകൊണ്ട് മാത്രമല്ല, ആ ഒരു ടൈറ്റിലാണ് ആ ഒരൊറ്റ ഗോളില് അഗ്വാറോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് നേടിക്കൊടുത്തത്. അപ്പോ അങ്ങനെ ഒരു കാര്യം. അതേപോലെ തന്നെ 2-3 കൊല്ലം മുമ്പുള്ള ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലിവർപൂളും മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടുള്ള മത്സരത്തിൽ ആ ഗോൾ ലൈൻ സേവ് ഉണ്ട്. ആ സേവിൽ ആ ഒരു പോയിന്റിലാണ് അവർ ആ ലീഗ് കപ്പടിക്കുന്നത്. പെപ് ഗാർഡിയോളയുടെ നോക്കിക്കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ അവസാനം വാരിക്കൂട്ടിയ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിലുകൾക്കൊക്കെ എക്സാമ്പിൾ ഇതാണ്. അവസാനം ഇവരുടെ ഒരു ഗിയർ ചേഞ്ച് ഉണ്ട്. അവസാനം തോറ്റു കൊടുക്കാനില്ലാതെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിക്കുന്ന ഒരു ചരിത്രം. ഇപ്പോൾ ഒരുപാട് ട്രോഫികൾ, 7ഓളം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ട്രോഫികളാണ് അവസാനം 10-15 വർഷത്തിനുള്ളിൽ ഇവർ നേടിയിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റി. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ആഴ്സണൽ ഭയക്കണം മാഞ്ചസ്റ്റർ സിറ്റി എന്നുള്ളത്. ഇപ്പൊ 3ാം സ്ഥാനത്തുള്ള ആസ്റ്റൺ വില്ല 15 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 9 വിജയവും 3 സമനിലയും 3 തോൽവി അടക്കം 30 പോയിന്റുമായിട്ട് തൊട്ട് പറയുന്നത്. 1ാം സ്ഥാനക്കാരായിട്ടുള്ള 33 2 പോയിന്റ് വ്യത്യാസമുള്ളൂ, 3 പോയിന്റ് വ്യത്യാസമുള്ളൂ. അപ്പോൾ 22 ഗോളുകൾ ആസ്റ്റൺ വില്ല അടിച്ചപ്പോൾ 15 ഗോളാണ് വഴങ്ങിയിട്ടുള്ളത്. 4ാം സ്ഥാനത്തുള്ള ക്രിസ്റ്റൽ പാലസ് ആണ് 15 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 7 വിജയവും 5 സമനിലയും 3 തോൽവി അടക്കം 26 പോയിന്റുമായിട്ട്. 20 ഗോളുകൾ അടിച്ചപ്പോൾ 12 ഗോളുകളാണ് വഴങ്ങിയിട്ടത്. 5ാം സ്ഥാനത്താണ് ചെൽസി ഉള്ളത്. ചെൽസിയും അവസാനം കുറച്ച് പരിങ്ങലിലാണ് കളി നടന്നുകൊണ്ടിരിക്കുന്നത്. 15 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 7 വിജയവും 4 സമനിലയും 4 തോൽവി അടക്കം 25 പോയിന്റ്. ഇതേ പോയിന്റിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നിൽക്കുന്നത്.
ഗോൾ ശരാശരിയിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിലാണ് ഇപ്പോൾ ചെൽസി ഒരു പോയിന്റ് മുകളിൽ. ഏഴാം സ്ഥാനത്തുള്ള എവർട്ടനാണ് 15 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 24 പോയിന്റുമായിട്ട് എവർട്ടനാണ് ഏഴാം സ്ഥാനത്തുള്ളത്. എട്ടാം സ്ഥാനത്തുള്ളത് ബ്രിംഗ്ടൺ ആണ് 23 പോയിന്റുമായിട്ട്. സണ്ടർലാൻഡ് ഉണ്ട് 9ാം സ്ഥാനത്ത്. 10ാം സ്ഥാനത്തുള്ളത് ലിവർപൂളാണ്. നമ്മൾ സാക്ഷാൽ ലിവർപൂള് 9 കഴിഞ്ഞ് 10ാം സ്ഥാനത്താണ് കിടക്കുന്നത്. 23 പോയിന്റാണ്. ടോപ്പ് ആഴ്സണലായിട്ട് 10 പോയിന്റ് വ്യത്യാസമാണ് ഇവർക്കുള്ളത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മുഹമ്മദ് സാല പരസ്യമായിട്ട് സാൾട്ടിനെതിരെ ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതും പിന്നീടുണ്ടായ ചാമ്പ്യൻസ് ലീഗിൽ മത്സരത്തിലെ ലിവർപൂള് സാലയെ ഒഴിവാക്കിയതൊക്കെ ഇപ്പൊ അവിടെ പ്രശ്നങ്ങളാണ്. അതിനു മുമ്പും അവിടെ ഡ്രസ്സിംഗ് റൂം അത്ര നല്ലതൊന്നല്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ പഴയ പ്ലേയേഴ്സും പുതിയ പ്ലേയേഴ്സും തമ്മിൽ ഒരു കോംബോ ഇല്ലാതെ ഒരു കെമിസ്ട്രിയും വർക്കൗട്ട് ആവാതെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ഇതേ പ്രശ്നം മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഉണ്ടായിരുന്നു. സിറ്റി ഒരുപാട് മത്സരങ്ങളൊക്കെ കണ്ടിന്യൂസ് തോൽവി അറിഞ്ഞിരുന്നു. പക്ഷേ ഈ സീസണിൽ അവർ തുടക്കം കുറച്ച് മോശമായിരുന്നെങ്കിൽ അവരിപ്പോൾ ക്ലച്ച് മാറ്റിയിട്ട് നല്ല പൊസിഷനിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് പൊസിഷനിലുണ്ട് ഇപ്പോൾ. ലിവർപൂളിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 10ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ബേൺമൗത്തും അതേപോലെ സണ്ടർലാൻഡിനെയൊക്കെ താഴെ വന്ന് നിൽക്കുകയാണ് ലിവർപൂൾ. അപ്പൊ ഈ സീസണിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അലിസൺ ബക്കർ പരസ്യമായിട്ട് പറയുന്നുണ്ട് മുഹമ്മദ് സാല പറഞ്ഞത് തെറ്റാണ്. ഇങ്ങനെ കോച്ച് ശരിയാണ്. ഒരു താരം മാത്രം ഒരു കോച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് മറ്റുള്ള താരങ്ങളുടെ സപ്പോർട്ടും കൂടി ആ താരത്തിന് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ താരത്തിന് അധികകാലം ആ ക്ലബിൽ തുടരാനുള്ള ചാൻസ് തീരെ കുറവാണ്. പക്ഷെ അലിസൺ ബക്കർ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ടീമിലേക്ക് തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലോ അല്ലെങ്കിൽ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലോ സാല ലിവർപൂൾ വിട്ടുപോകാൻ ചാൻസ് കൂടുതലാണ്. എന്താന്ന് പറഞ്ഞാൽ അവിടുത്തെ പടലപ്പണക്കങ്ങളൊക്കെ തന്നെ ആയിരിക്കും കാരണങ്ങൾ. അത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇങ്ങനെ ടൈറ്റിൽ കിടക്കുന്നത്. അപ്പൊ നാളെ നടക്കാൻ പോകുന്ന മത്സരങ്ങളിലേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ചെൽസിയുടെയും ലിവർപൂളിന്റെ ഒക്കെ മത്സരങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നാളത്തെ മത്സരം നോക്കി കഴിഞ്ഞാൽ ചെൽസി നേരിടാൻ പോകുന്നത് എവർട്ടനെയാണ്. ചെൽസിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് മത്സരം നടക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ലിവർപൂള് ബ്രൈറ്റണായിട്ട് മത്സരം നടക്കുന്നുണ്ട്. അത് ലിവർപൂളിന്റെ ഹോം ഗ്രൗണ്ടാണ്. ലിവർപൂളിന്റെ ഹോം ഗ്രൗണ്ട് എന്ന് പറയാൻ ഇപ്പൊ ഒന്നുമില്ല. ആൻഫീൽഡില് ഇപ്പൊ തോൽവികൾ വാങ്ങിക്കൊണ്ടിരിക്കുക. ആൻഫീൽഡ് വന്ന് ആരും ലിവർപൂളിനെ തോൽപ്പിക്കുന്ന ഒരു കാലത്ത് പേടിച്ചിരുന്ന എതിർ ടീമുകൾ പേടിച്ചിരുന്ന ഒരു കുടീരം പോലെയുള്ള ഒരു സ്ഥലമാണ് ആൻഫീൽഡ്. അവിടെ ലിവർപൂളിനെ തനിച്ച് നടത്തില്ല എന്നുള്ള ഒരു ടാഗ് ലൈൻ ഉണ്ടല്ലോ. അതൊക്കെ ഇപ്പൊ പോയി. ഇപ്പൊ ലിവർപൂളിന് അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്തൊരു മത്സരം എന്ന് പറഞ്ഞാൽ ആഴ്സണലായിട്ടുള്ള മത്സരം നടക്കുക. ആഴ്സണലിനും വോൾസും ആയിട്ടുള്ള മത്സരം നടക്കുന്നത് രാത്രി. പിന്നെ മറ്റന്നാൾ നടക്കുന്ന മത്സരമാണ് സൺഡേ ബെർലിൻ ഫുൾഹാമായിട്ട് മത്സരമുണ്ട്. ക്രിസ്റ്റൽ പാലസും മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടുള്ള മത്സരമുണ്ട്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റും ടോട്ടൻഹാം ഹോട്ട്സ്പറും തമ്മിലുള്ള മത്സരമുണ്ട്. സണ്ടർലാൻഡും ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് തമ്മിലുള്ള മത്സരമുണ്ട്. വെസ്റ്റ് ഹാം യുണൈറ്റഡും ആസ്റ്റൺ വില്ല ആയിട്ടുള്ള മത്സരം നടക്കുന്നുണ്ട്. ബേൺഫോർഡും ലീഡ് യുണൈറ്റഡും തമ്മിലുള്ള മത്സരം നടക്കുന്നുണ്ട്. അതേപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ബോൺമൗത്തും തമ്മിലുള്ള മത്സരം നടക്കുന്നുണ്ട്. അപ്പൊ 4, 5, 6, 7 സ്ഥാനക്കാരൊന്നും വലിയ പോയിന്റ് വ്യത്യാസമില്ല. എപ്പോൾ വേണമെങ്കിലും അവർക്ക് ചാമ്പ്യൻസ് ലീഗ് നോക്കിയാൽ നേടാം. ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ ലിവർപൂൾ ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗിന്റെ യോഗ്യത നേടുന്നതെന്ന് എനിക്ക് സംശയമാണ്. അതേപോലെ തന്നെ ആഴ്സണൽ ഈ സീസണിലെങ്കിലും ഒരു കപ്പ് കൊണ്ട് പോകണമെന്ന് ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആഴ്സണൽ ഫാൻസിന്റെ കൂടെ തന്നെ. എന്താ പറഞ്ഞാൽ അവർ കുറെ കാലമായിട്ട് ഈ കപ്പിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. പക്ഷെ ഭാഗ്യം എന്നൊരു സാധനം അവർക്ക് കിട്ടുന്നില്ല. അവർക്ക് പ്രിയം സെക്കൻഡ് പൊസിഷനോടാണ്. അത് ചാമ്പ്യൻസ് ലീഗിലാണെങ്കിൽ ഒരു സെമി ഫൈനൽ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലാണെങ്കിൽ ഒരു 2ാം സ്ഥാനം. അപ്പോൾ ഇതൊക്കെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഇതിനുശേഷം ടേബിളിൽ ചിലപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി മുകളിലോട്ട് വരാം, ആഴ്സണൽ താഴോട്ട് വരാം. അതോ ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടുള്ള പോയിന്റ് വ്യത്യാസം കൂട്ടുവോ അതോ ഇതേ നിലയിൽ തന്നെ പോകുമെന്ന് കണ്ടറിയാം. അതേപോലെ തന്നെ ആസ്റ്റൺ വില്ല തൊട്ട് പുറകിലുണ്ട്. ഒരു കളി ജയിച്ച് അവരും മുകളിലോട്ട് വരാൻ ചാൻസുകളുണ്ട്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.